നോർമൽ ആൾക്കാർക്കും ആക്സസിബിൾ ആയിരിക്കണം നമ്മുടെ കട. അത് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പം ബ്രൈഡ്സ് വരുമ്പം ഒരു ഐഡിയ ഇല്ലാത്ത വരുന്ന ബ്രൈഡ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മന്ത്രകോടി എന്നുള്ള സ്പെസിഫിക് വേർഡ് പോലും ഞങ്ങളാണ് എംഫസൈസ് ചെയ്ത് തുടങ്ങിയത്. മിലനാണ്. ഞാൻ മിലനിലെ സാരി ഉടുത്ത കല്യാണം കഴിക്കുള്ളൂ. പക്ഷെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് മിലനിലെ. അപ്പൊ ഞാൻ ആ കുട്ടിയെ ഹഗ് ചെയ്ത് ഭയങ്കരമായിട്ട്. ഞാൻ ഇതൊക്കെയാണ് ക്ലാസിക് ഡയലോഗ് എന്ന് പറയുന്നത്. ബ്രൈഡിന് എപ്പോഴും ഒരു എലഗൻസ് കൊടുക്കുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് സാരി എങ്ങനെയാണ് വേണ്ടതെന്നും അതിൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വേണ്ടതെന്നും ഈവൻ വി ഇൻട്രൊഡ്യൂസ് ദ ജ്വല്ലറി ഓൾസോ. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രോഡക്റ്റ് സാരി ഉടുത്താൽ ആ കുട്ടി ബ്യൂട്ടിഫുൾ ആയിരിക്കണം ആ ദിവസം. ട്രെൻഡിനനുസരിച്ചല്ല, ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മിലൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ അത് ഉത്തരവാദിത്വമായി മാറി. നമ്മൾ എന്ത് ഹൈഡ് ചെയ്താലും ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായാൽ അവിടെ ആ ഒരു പ്രോബ്ലമേ വരില്ല. എത്ര പേര് വേണേലും എന്ത് വേണേലും പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. എനിക്ക് ഓരോ പിള്ളേരുടെയും സ്റ്റാഫിൻ്റെ ആണെങ്കിലും പ്രോബ്ലം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റേതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് അവർ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ട് വിഷമിക്കാനൊന്നും എനിക്ക് സമയമില്ല. പക്ഷെ അതേ സാധനം അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ചീപ്പർ വേർഷനുള്ള ഫാബ്രിക്കിൽ അതേ ഡിസൈൻസ് കോപ്പി ചെയ്ത് കാണിക്കാൻ തുടങ്ങി. വേറെ ബൊട്ടീക്സും അങ്ങനെ പലതും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും നമ്മളുടെ പ്രോഡക്റ്റ് ഓൺലൈനിൽ കാണിക്കാൻ പാടില്ല. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഹൈൻഡ് ദ ബ്രാൻഡ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിലൻ ഡിസൈൻസിന്റെ CEO ഷെർലി റിജിമോൻ. ഹലോ മാം. ഹായ് മാം, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന തന്നെ മിലൻ ഡിസൈൻ്റെ അല്ലേ, മിലൻ ഡിസൈൻ്റെ പുതിയ ഷോറൂമിലാണ്. MG റോഡിൻ്റെ അടുത്തുള്ള PT ഉഷ റോഡിലാണ് പുതിയ ഷോറൂം. എനിക്ക് ഈ ഷോറൂം കണ്ടപ്പോൾ തന്നെ ആദ്യം ഞാൻ ഇതിനെ ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈനാണ്. പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു അമേരിക്കൻ അല്ലേ, ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ആർക്കിടെക്ചർ, ഇറ്റാലിയൻ സ്റ്റൈലാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ കൊടുക്കാനുള്ള കാരണം? ഇറ്റാലിയൻ അല്ലെങ്കിൽ മിലൻ എന്ന് പറയുന്ന പേര് തന്നെ അതുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡാണ് ഇതിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ്റെ നോക്കിയത്. പുള്ളിക്ക് പണ്ട് മുതലേ ഇറ്റലിയിലെ ഗലേറിയ എന്ന് പറയുന്ന ആ ഒരു ബിൽഡിംഗ്, ഗലേറിയ നിങ്ങൾക്കറിയായിരിക്കും, ആ ബിൽഡിങ്ങിൻ്റെ അതേ രൂപത്തിലും ഭാവത്തിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആക്ച്വലി ലിറ്ററലി അതിനുവേണ്ടി അവിടെ പോയി, ഇറ്റലിയിൽ പോയി ഗാലറിയെ കണ്ടു. എനിക്ക് തോന്നുന്നു പുള്ളി ഇങ്ങനെ ഇലക്ട്രോണിക് ടേപ്പില്ലേ അതുവരെ കൊണ്ടുപോയി മെഷർമെൻറ്റ് വരെ എടുത്തു. അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം നമുക്ക് കേരളത്തിൽ നമുക്ക് കൊച്ചിയിൽ നമുക്ക് ആക്ച്വലി കൊച്ചിയുടെ ഒരു എന്നാ പറയുക, കസ്റ്റമേഴ്സ് വരുമ്പോഴും അവരുടെ മനസ്സിൽ ആ ഒരിഷ്ടം വരണമല്ലോ ബിൽഡിങ്ങിനെ കുറിച്ച്. ബിൽഡിംഗ് അല്ല, അതിനകത്തെ പ്രോഡക്റ്റ് സെക്കൻഡ്, അതെൻ്റെ ടാസ്ക്കാണ് പ്രോഡക്റ്റിനെ കുറിച്ചുള്ളത്. പക്ഷേ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളി അങ്ങനെ ഗലേറിയയുടെ ഒരു ഷോർട്ട് മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ ആർക്കിടെക്ചറാണ് മൊത്തം യൂസ് ചെയ്തത്. അങ്ങനെയാണ് അങ്ങനെ ഒരു ഇത്രയും ലേറ്റ് ആയത്. ആക്ച്വലി 3-4 മന്ത്സും കൂടെ മുന്നേ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ ഓരോ മിനിമൽ വർക്കും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി ടൈം എടുത്തു. മാം, ഈ സാരി എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാരി ഒരു വികാരമാണ്. ഇപ്പോൾ കല്യാണങ്ങൾ കണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് കാണുന്ന ഒരു കല്യാണ ഫംഗ്ഷൻ അല്ല ഇപ്പോൾ മിനിമൽ ആയിട്ടുള്ള വെഡ്ഡിങ് അല്ലേ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അങ്ങനെ വെഡ്ഡിങ്ങിൽ തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളി പെൺകുട്ടികൾക്ക് മിലാനിൽ പോയി അവരുടെ വെഡ്ഡിങ് സാരി എടുക്കുക എന്നുള്ളത് അവരെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. മിലാനിലെ സാരി തന്നെ വെഡ്ഡിങ്ങിന് ഉടുക്കണം എന്നുള്ളത്. ഇപ്പോൾ ഈ വെഡ്ഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അത് ഈ വെഡ്ഡിങ് സാരിയിൽ ഈ വെഡ്ഡിങ്ങിൻ്റെ ലൊക്കേഷനിലും അതിലും വരുന്ന ആ ട്രെൻഡ് ഉണ്ടല്ലോ, ഈ വെഡ്ഡിങ് സാരിയിൽ ഈ ട്രെൻഡിൻ്റെ ആ ഒരു മാറ്റം മിലാൻ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതും അത് കണ്ടുപിടിക്കുന്നതും? മിലാൻ്റെതായിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ടല്ലോ. മിലൻ കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഡിഫറെൻ്റ് അല്ലേ. മിലൻ കൾച്ചർ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തതാണ് പേസ്റ്റൽ കാഞ്ചീപുരംസ്. ഞാനാണ് ആക്ച്വലി പേസ്റ്റൽ കളറിൽ കാഞ്ചീപുരം വീവ് ചെയ്യാൻ ആദ്യമായിട്ട് വീവേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്. ബിക്കോസ് എനിക്ക് എപ്പോഴും അന്നൊക്കെ ഈ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്തുകൊണ്ട് ഈ പേസ്റ്റൽ കാഞ്ചീപുരത്ത് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു തോട്ട് വന്നു. 2014 ഞങ്ങൾ ഇവിടെ ഷോറൂം സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടുത്തെ മന്ത്രകോടി എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ കളർ എന്ന് പറയുന്നത് പിങ്ക്, റെഡ്, മെറൂൺ, അരക്ക് റെഡ് എന്ന് പറയുന്ന കളറ്, പിന്നെ ഒരു മജന്ത കളറുണ്ട്, വൈൻ കളർ, ഇത്രയും 4 കളർ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കളറുകൾ ഉണ്ടെങ്കിലും ബ്രൈഡ്സ് എല്ലാം തന്നെ ആ കാലഘട്ടത്തിലെ ബ്രൈഡ്സിനെ ചെക്ക് ചെയ്ത് അറിയാം. ആ ഒരു കളേഴ്സിലല്ലാതെ ഒരു കടയിലും സാരികൾ
മന്ത്രകോടി വിൽക്കുന്നുണ്ടായിരുന്നില്ല. മന്ത്രകോടി എന്നുള്ള സ്പെസിഫിക് വേർഡ് പോലും ഞങ്ങളാണ് എംഫസൈസ് ചെയ്ത് തുടങ്ങിയത്, മില്ലനാണ്. ബിക്കോസ് ഞാൻ എൻ്റെ കല്യാണത്തിന് വെഡിങ്ങിന് സാരി എടുക്കാൻ പോകുമ്പം എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ നമുക്ക് മന്ത്രോടി എന്നാ എടുക്കണ്ടേ, ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിയുമ്പോൾ എപ്പോഴും മന്ത്രകോടി എന്നാ എടുക്കണ്ടേ. അപ്പം മന്ത്രകോടി എന്നാണ് ആ വാക്ക്. ക്രിസ്ത്യൻ ബ്രൈഡ്സ് കൂടുതലും ഇപ്പം എല്ലാവരും തന്നെ മന്ത്രകോടി അല്ലെങ്കിൽ പുടവ എന്നുള്ള വാക്ക്. അപ്പം മന്ത്രകോടി എന്നുള്ള ഒരു വേർഡ് തന്നെ കേരളത്തിൽ ഇത്രയും പോപ്പുലർ ആക്കിയത് മിലന. ഞാൻ ഓർക്കുന്നത്, ഞാൻ ബ്രൈഡലിലേക്ക് കയറാൻ ആദ്യം നമ്മൾ ബ്രൈഡൽ ഒരു കോൺസെപ്റ്റിലല്ല സ്റ്റോർ തുടങ്ങിയത്, കുറച്ച് കാഞ്ചീപുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ മിക്സ് ആൻഡ് മാച്ച് കോൺസെപ്റ്റിലാണ് 2010 സ്റ്റോർ തുടങ്ങുന്നത്. ബ്രൈഡൽ സെക്ഷനിലേക്ക് നമ്മൾ വരുന്നത് ഞങ്ങൾ 2014 MG റോഡിൽ ഷോറൂം തുടങ്ങുമ്പോഴാണ്. അപ്പം ബ്രൈഡലിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് കൂടുതൽ ബ്രൈഡൽ സാരിയെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഇത്രയും കളേഴ്സാണുള്ളത്. അപ്പം ശരിക്കും സാരി അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് 5.5 മീറ്റർ ഉള്ള ഒരു ഫാബ്രിക്കിൻ്റെ ഒരു കാര്യമാണ് അല്ലേ. അപ്പം ആ ഫാബ്രിക്കിനെ കസ്റ്റമർ മന്ത്രകോടിയായിട്ട് എടുക്കണമെങ്കിൽ വൈ നോട്ട് ലൈറ്റ് ഷെയ്ഡ് ആയാൽ എന്താണ് കുഴപ്പം, പേസ്റ്റിൽ ഉടുക്കാൻ പാടില്ലേ. ഞാൻ സെർച്ച് ചെയ്തു, എന്തെങ്കിലും പുരാണത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈബിളിലോ അല്ലെങ്കിൽ ഹിന്ദു ഇതിലോ മുസ്ലിം ബുക്കുകളിലോ എന്തെങ്കിലും കാഞ്ചീപുരം അല്ലെങ്കിൽ അവരുടുക്കുന്ന പുടവ അല്ലെങ്കിൽ മന്ത്രകോടി ഈ റെഡ് ഷെയ്ഡിലോ ഇതുപോലെയുള്ള നമ്മുടെ കോമൺ ഷെയ്ഡിലോ മാത്രമേ പാടുള്ളൂ എന്ന് എഴുതിയിട്ടുണ്ടോന്ന്. അങ്ങനെയൊന്നുമില്ല, നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെ ഉണ്ടായതാണ്. സോ അത് മാറ്റണം എന്ന് തോന്നിയിട്ടാണ്, മാറ്റണം എന്നല്ല, അതിലൊരു ചേഞ്ചും കൂടെ വരുത്തണം. എന്നാൽ കഴിയുന്ന എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പേസ്റ്റൽ കളേഴ്സ് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ പേസ്റ്റൽ കളർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം വീവേഴ്സ് സമ്മതിക്കില്ലായിരുന്നു അത് ചെയ്യാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ട് അഡ്വാൻസ് പൈസ തന്നിട്ട് നിങ്ങൾ ചെയ്തോ, ശരിയായാലും തെറ്റായാലും ഞാനത് എടുത്തോളാം. നമ്മൾ റിസ്ക് എടുത്താണ് പേസ്റ്റൽ കാഞ്ചീപുരം തുടങ്ങിയത്. പേസ്റ്റൽ കാഞ്ചീപുരം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സാരി പേസ്റ്റലിൽ ഗോൾഡൻ കളർ വന്ന് ജെറി വന്നപ്പം, ഒറിജിനൽ ജെറി ഗോൾഡ് ആയിരുന്നല്ലോ നേരത്തെ ഉണ്ടായിരുന്നത്, സിൽവർ ജെറിയൊക്കെ ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ ആ ഗോൾഡൻ ജെറി ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ കുറച്ചും കൂടെ സിൽവർ നല്ലതായിട്ട് മാച്ച് ആവുന്നുണ്ട് പേസ്റ്റൽ കളേഴ്സിൽ. പ്രത്യേകിച്ച് ബ്ലൂ പോലുള്ള കളേഴ്സിൽ, ലൈറ്റ് പേസ്റ്റൽസിലൊക്കെ സിൽവർ ജെറി ഭയങ്കര റിച്ചാണ്, കാണാൻ ഭംഗിയുള്ളൊരു പ്രോഡക്റ്റ് ആവുന്നു. സോ അതിനെ ഞങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ആഡ് ചെയ്യുന്നത് മന്ത്രകോടി പേസ്റ്റൽ കളർ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്ത് ആഡ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ജെറികളുടെ വ്യത്യാസം, പ്യുവർ ഗോൾഡും പ്യുവർ സിൽവറും പിന്നെ കോപ്പർ ജെറി എന്ന് പറയുന്നൊരു ജെറി അതൊക്കെ വന്നു. ലൈറ്റ് ഗോൾഡ് ജെറി, അതായത് സിൽവറും ഗോൾഡും കൂടെയുള്ള ഒരു അൻമോൾ ജെറി എന്ന് പറയുന്ന കളർ, ആ ജെറിയൊക്കെ ബ്രൈഡൽ സാരിയിലേക്ക് വന്നു. അങ്ങനെയാണ് ബ്രൈഡൽ സെഗ്മെന്റിൽ നമുക്കൊരു ശരിക്കും ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റി. അത് ഞാൻ ഭയങ്കര ക്രെഡിറ്റോടുകൂടി പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിൽ ദൈവം തരുന്ന തോട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരാൾക്കാരെ അവർക്ക് എപ്പോഴും കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവർ വേറെ എങ്ങൊന്നും ഇൻസ്പയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒന്നുമല്ല. അവർക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാവണം ഓഫ് കോഴ്സ്, പക്ഷെ എന്നാലും എവിടെ നിന്നോ, മേളിൽ നിന്നോ എവിടെയോ നിന്ന്, ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാ, എവിടെ നിന്നോ ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരണം, ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് തീം, ഇതാവണം എന്ന്. അത് പിന്നെ അതിനെ ഉറച്ച് വിശ്വസിക്കുക, അതിൽ വിശ്വസിച്ചിട്ട് പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തപ്പം നമുക്ക് സക്സസ് ഉണ്ടായി. അപ്പോൾ അവിടെ ഹാർഡ് വർക്ക് വരും, വിശ്വാസം വേണം ദൈവത്തിനോടുള്ള, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയോടുള്ളൊരു വിശ്വാസം വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം, വെക്കാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മൾ എത്തിക്കലിയാണ് ചെയ്യുന്നതെങ്കിൽ ബിസിനസ് ഉണ്ടാവുന്ന ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ഞങ്ങൾ ബ്രൈഡൽ സെഗ്മെന്റിൽ ഇപ്പം ലീഡ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് എനിക്കറിയാം, കാഞ്ചീപുരം സാരി മില്ലനിലെ സാരി ഉടുക്കാൻ എന്നോട് തന്നെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പുറത്തുനിന്ന് വരുന്ന കുട്ടി, എനിക്ക് കല്യാണമേ വേണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് മില്ലനിലെ സാരി ഉടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മില്ലനിലെ സാരി ഉടുത്താൽ കല്യാണം കഴിക്കുള്ളൂ, പക്ഷെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനിച്ചത് മില്ലനിലെ. അപ്പൊ ഞാൻ ആ കുട്ടിയെ ഹഗ് ചെയ്ത് ഭയങ്കരമായിട്ട്. ഞാൻ ഇതൊക്കെയാണ് ക്ലാസിക് ഡയലോഗ് എന്ന് പറയുന്നത്. അങ്ങനെ മാം, ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ ഈ വിവാഹങ്ങൾക്കുള്ള വന്നൊരു മാറ്റം, അതിൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ ജുവലറീസും. പണ്ട് ഒരുപാട് മാലകളും
മാലകളും ഒക്കെ ഇടുന്നെങ്കിൽ ഇപ്പൊ 2 മാലയൊക്കെ ഇടാറുണ്ട്. ജ്വല്ലറീസിൽ തന്നെ ആ ഒരു മിനിമലിസം നമ്മൾ കണ്ടു തുടങ്ങി. ഈ പലപ്പോഴും ഈ പല സ്ത്രീകളും എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഈ പലരും ഈ സാരിയിൽ ഈ റെഡ് കളർ ചൂസ് ചെയ്യുന്നതും മെറൂൺ കളർ ചൂസ് ചെയ്യുന്നതും ഈ ജുവലറീസ് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ സാരിയുടെ കളർ പാറ്റേൺ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഈ ജുവലറീസിന്റെ ആ ഗോൾഡിന്റെ ആ ഒരു പ്രൊജക്ഷനും അതിന്റെ ഒരു എടുപ്പും അതും മനസ്സിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. ഞങ്ങൾ നമ്മുടെ ബ്രൈഡ്സ് വരുമ്പം സാരി വെച്ച് കഴിക്കുമ്പോൾ ഞാൻ കുറച്ച് ജ്വല്ലറി വാങ്ങിച്ച് ഷോറൂമിൽ വെച്ചിട്ടുണ്ട്. ഫേക്ക് ജ്വല്ലറി, അതായത് പ്യുവർ അല്ല, എന്നാൽ ഒരു ബോളിവുഡ് സ്റ്റൈലിലുള്ള ജ്വല്ലറീസ്. അത് ഓരോ സാരിക്കും ഓരോ ജ്വല്ലറി ആക്സസറൈസ് ചെയ്യണം. ഓരോ സാരിക്കും ചേരുന്ന ജ്വല്ലറി ഇട്ടെങ്കിൽ മാത്രമേ സാരിക്കും ഭംഗിയുണ്ടാവുള്ളൂ, ഈവൻ ഉടുക്കുന്ന ആൾക്കും ഭംഗിയുണ്ടാവുള്ളൂ. ഞങ്ങളുടെ സാരി നല്ലതാണെങ്കിലും ആ സാരിയുടെ മാച്ച് അല്ലാത്തൊരു ജ്വല്ലറി ഇട്ടാൽ ഒരിക്കലും അത് ബ്ലെൻഡ് ആവില്ല. അപ്പോൾ ആ കസ്റ്റമർക്ക് ഞാൻ പറയും, ബ്ലൗസ് പോലും, ഈവൻ ഞങ്ങൾ ബ്രൈഡിൻ്റെ ബ്ലൗസ് പോലും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബ്രൈഡൽ ബ്ലൗസ് ആ കുട്ടികളുടെ ബോഡി ഷേപ്പിന് അനുസൃതമായിട്ടുള്ള, അല്ലെങ്കിൽ ആ സാരി ഏതാണോ എടുത്തിരിക്കുന്നത്, മോഡേൺ ആണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ട്രഡീഷണൽ ആണോ, അല്ലെങ്കിൽ വെഡിങ് എങ്ങനെയാണ് നടക്കുന്നത്, എന്ത് ടൈപ്പ് ഓഫ് വെഡിങ് ആണ് നിങ്ങൾ നടത്തുന്നതെന്ന് വരെ ചോദിച്ചിട്ടാണ് നമ്മൾ സാരി സെലക്ട് ചെയ്യുന്നതും അതിനുള്ള ജ്വല്ലറിയെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നതും. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത്, ഫാക്ടേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡഡാണ്. ഈവൻ ഫാഷൻ ഉണ്ടെങ്കിൽ, ഫാഷൻ വേണമെങ്കിൽ, ഫാഷൻ എന്ന് പറയുന്നത് അതാണല്ലോ, എല്ലാം കൂടെ ചേരുന്നതാണ്. മാം, ഇപ്പം ഒരു പെൺകുട്ടിക്ക് ഫാഷനെ കുറിച്ചും വലിയ അറിവോ സെൻസോ ഒന്നും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും വിവാഹത്തിന് വേണ്ടി സാരി ഉടുക്കുന്നത്. പൊതുവെ സാരി ഉടുക്കുന്ന ഒരു പ്രകൃതക്കാരി ആയിരിക്കില്ല. അപ്പോൾ ഫാഷനെ കുറിച്ച് അധികം ധാരണയില്ലാത്ത, എന്ത് കളറാണ് എനിക്ക് മാച്ച് ആവുന്നത്, ഏത് രീതിയിലുള്ള ഒരു സാരി മെറ്റീരിയലാണ് എനിക്ക് മാച്ച് ആവുന്നതിനെ കുറിച്ചൊന്നും അറിവില്ലാത്ത ഒരു കസ്റ്റമർ വരെയാണെങ്കിൽ അവരെങ്ങനെയായിരിക്കും മിലൻ ഹെൽപ്പ് ചെയ്യുന്നത്? ആക്ച്വലി മിലൻ്റെ മെയിൻ എയിം തന്നെ അതായിരുന്നു. ബൊട്ടീക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു കുറച്ച് സാരികൾ മാത്രമുള്ള ഒരു കട അല്ലെങ്കിൽ ചെറിയ ഷോപ്പ്. അതിൻ്റെ മീനിങ് തന്നെ അങ്ങനെയാണ്. ഒരു ഏറ്റവും ചെറിയൊരു മിനിമൽ ഷോപ്പിൽ കുറച്ച് വളരെ സെലക്റ്റഡ് പീസസ് ഉള്ള ഷോപ്പ് എന്നാണ് അവിടെ. പക്ഷെ ആ പ്രോഡക്റ്റിന് ഭയങ്കര വിലയുമായിരിക്കും. പണ്ട് ഉള്ള കോൺസെപ്റ്റിൽ ബൊട്ടീക്കുള്ള ഒരു ദൂരെ നിന്ന് ഒരു സിംഗിൾ പീസ് അങ്ങനെയൊക്കെ കൊണ്ട്, നമ്മുടെ കോൺസെപ്റ്റ് തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ദ ബിഗ് ബൊട്ടീക്ക്, അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്കും, അതായത് നോർമൽ ആൾക്കാർക്കും ആക്സസിബിൾ ആയിരിക്കണം നമ്മുടെ കട. നമ്മുടെ കടയിലെ, നമ്മുടെ ഷോപ്പിലെ ഓരോ പ്രോഡക്റ്റും ഡിഫറെൻ്റ് ആയിരിക്കണം. അത് നോർമൽ ആൾക്കാർക്കും അല്ലെങ്കിൽ സാധാരണക്കാർക്കും ആക്സസിബിൾ ആവണം. അത് ഉദ്ദേശിച്ച് തന്നെയാണ് നമ്മൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവന്നത്. അപ്പം ബ്രൈഡ്സ് വരുമ്പം ഒരു ഐഡിയ ഇല്ലാത്ത വരുന്ന ബ്രൈഡ്സിനെ ഹെൽപ്പ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനാണ് ഞങ്ങൾ ആ ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ തന്നെ, മിലനാണ് ആദ്യം ഡിസൈനേഴ്സിനെ ഷോറൂമിൽ നിർത്തി തുടങ്ങിയതും. അവരെ ഡിസൈനേഴ്സ് എന്നുള്ള ലേബൽ കൊടുത്ത് ഷോറൂമിൽ നമ്മൾ നിർത്തി 4-5 പേരെ ഓരോ ഫ്ലോറിലും വീതം നിർത്തി. ഞങ്ങൾ മിലൻ തുടങ്ങിക്കഴിഞ്ഞപ്പിന്നാണ് എല്ലാ ഷോറൂമിലും ഈ ഡിസൈനേഴ്സിൻ്റെ എന്നാ പറയുന്നത്, അങ്ങനത്തെ ഒരു ഡെസിഗ്നേഷൻ പോലും വന്നു തുടങ്ങിയത്. അപ്പോൾ ആ ഡിസൈനേഴ്സിന് നമ്മൾ ക്ലാസ് എടുക്കും. ഒരു ബ്രൈഡ് വരുമ്പോൾ ബ്രൈഡിന് ഏത് സാരിയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് അവർക്ക് വിഷമം ഉണ്ടാവാത്ത, എന്നാൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ കല്യാണം എവിടെ വെച്ചാണ്, എറണാകുളത്ത് വെച്ചാണ് കല്യാണമെങ്കിൽ ചിക്കൻ വെയർ സ്ലീവ്ലെസ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ മോഡേൺ ആയിട്ട്. അപ്പോൾ അതേസമയം റിമോട്ട് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ചാണ് കല്യാണമെങ്കിൽ അത് സ്ലീവ്ലെസ് വേണ്ട. ലോക്കൽ നാട്ടിലെ സാധാരണക്കാരുടെ ആൾക്കാർ വരുന്ന സ്ഥലത്താണെങ്കിൽ സ്ലീവ്ലെസ് ഇടാൻ പറ്റില്ല. ചിലത് നമുക്ക് സജസ്റ്റ് ചെയ്യാം സ്ലീവ്ലെസ് ഇടാമെന്ന്. അങ്ങനെ ഒരു എന്നാ പറയുന്ന, ബ്രൈഡിന് എപ്പോഴും ഒരു എലഗൻസ് കൊടുക്കുന്ന രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് സാരി എങ്ങനെയാണ് വേണ്ടതെന്നും അതിൻ്റെ ബ്ലൗസിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വേണ്ടതെന്നും, ഈവൻ വി ഇൻട്രൊഡ്യൂസ് ദ ജ്വല്ലറി ഓൾസോ. ഐ മീൻ ഇങ്ങനത്തെ ജ്വല്ലറി ഇടണം എന്ന് വരെ പറഞ്ഞു കൊടുക്കും. അതൊരു 90% എനിക്ക് സാരി കാണുമ്പോൾ തന്നെ അറിയാം കുട്ടി, ആ ബ്രൈഡ് എങ്ങനെയാണ് സാരി ഉടുക്കേണ്ടത്, അല്ലെ ഏത് സാരി ആയിരിക്കണം അതിന് ചേരേണ്ടത്. പിന്നെ ഓഫ് കോഴ്സ് അറിയാലോ, ഒരു 2% അല്ലെങ്കിൽ 3% ആൾക്കാർക്ക് അവരവരുടേതായ ഇഷ്ടത്തിൽ എടുക്കുള്ളൂ. പിന്നെ താങ്ക് ഗോഡ് മിലനിൽ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് 99%ഉം ഭയങ്കര ഫാഷൻ അറിയാവുന്ന, നമ്മളൊന്നും പറയണ്ട, അവർക്കെല്ലാം അറിയാവുന്ന കസ്റ്റമേഴ്സാണ്. വളരെ, ഞാൻ എപ്പോഴും പറയും, വളരെ ഫാഷൻ സെൻസുള്ള കുട്ടികളാണ് നമുക്ക് വരിക. നമ്മുടെ ബ്രൈഡ്സ് എല്ലാം തന്നെ അങ്ങനെയാണ് വരുന്നത്. അല്ലാതെ വരുന്നവരും ഉണ്ട്. അപ്പോൾ നമ്മളവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നല്ല അതിന് പറയുന്നത്, അവരെ ഹെൽപ്പ് ചെയ്യുവാണ്. അതാണല്ലോ ചെയ്യേണ്ടത്. നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പ്രോഡക്റ്റ് സാരി ഉടുത്താൽ ആ കുട്ടി ബ്യൂട്ടിഫുൾ ആയിരിക്കണം ആ ദിവസം. അതിനുള്ള എല്ലാ ഹെൽപ്പും ചെയ്യും.
മാം ഇപ്പോൾ നമ്മൾ ഈ ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ട്രെൻഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പലരും പല കസ്റ്റമേഴ്സും അവർക്ക് ചേരുന്നില്ല എങ്കിൽ പോലും ഈ ട്രെൻഡ് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കണം എന്ന് പ്രിഫർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. മാം എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാരി ഡിസൈൻ ചെയ്യുമ്പോൾ, എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും ആ ട്രെൻഡാണോ ഫോളോ ചെയ്യുന്നത്, അതോ മാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള പല തോട്ട്സും ഇതേപോലെ ദൈവം നമുക്കായിട്ട് കുറെ ചിന്തകൾ തരുമല്ലോ, ആ ചിന്തകളെയാണോ മാം ഫോളോ ചെയ്യുന്നത്? ഞങ്ങൾ ആക്ച്വലി വി ആർ ദ ട്രെൻഡ് സെറ്റേഴ്സ്. ഞങ്ങളെ തന്നെ അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ പറയുന്നതല്ല, ഞങ്ങൾ ഓരോ സീസണിലും നമ്മൾ ട്രെൻഡുകൾ കൊണ്ടുവരികയാണ്. ഇപ്പം ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന സാരി വെൽവെറ്റ് ആണ്. വെൽവെറ്റിൽ അജറക്ക് പ്രിന്റ് ചെയ്താണ്, ഒറിജിനൽ അജറക്ക് പ്രിന്റ് ചെയ്താണ്. ഞാനിതവിടെ അജറക്കിൽ പോയിട്ട് ഇത് ട്രൈ ഔട്ട് ചെയ്തിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഫസ്റ്റ് ഒരു സാരി ചെയ്യിപ്പിച്ചിട്ട് കൊണ്ടുവന്ന സാരിയാണ്. സോ ഈ സാരി ഇതിൽ ഇനി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ഏരിയയിൽ ആ അജറക്കിലുള്ള അവർക്ക് വെൽവെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആദ്യം ദുപ്പട്ടയിൽ ചെയ്ത് നോക്കി. ദുപ്പട്ട ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ അതിൽ നിന്ന് സാരി വന്നു എന്ന് പറഞ്ഞാൽ അത് ത്രെഡ് നമുക്ക് കിട്ടുന്നത് ദൈവം തരുന്ന ഒരു വിഷനാണ്. പക്ഷേ ട്രെൻഡിനനുസരിച്ചല്ല, ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് മില്ലൻ്റെ റെസ്പോൺസിബിലിറ്റി. ഇപ്പോൾ അത് ഉത്തരവാദിത്വമായി മാറി. ഇപ്പോൾ ഓണം വരുവാണ്, ഓണത്തിന് എന്താണ് മില്ലൻ്റെ ട്രെൻഡ് അതെല്ലാവരും ആലോചിച്ചിരിക്കുക. അപ്പം എനിക്കിതിൻ്റെ ഓപ്പണിങ്ങും എല്ലാം ഉള്ളത് കൊണ്ടും എല്ലാവരും വിചാരിച്ചു നമ്മുടെ ഓൾറെഡി ട്രെൻഡ് സെറ്റ് ചെയ്തു, നമ്മുടെ ഓൾറെഡി ഷൂട്ടിനുള്ള സ്ഥലം വരെ ഷെഡ്യൂൾ ചെയ്തു, പ്രോഡക്റ്റ് ഔട്ട്ഫിറ്റ് എല്ലാം ഡിസൈനിങ്ങിന് പോയി, അതിൻ്റെ എല്ലാം ഓർഡേഴ്സ് പോയി, അതെല്ലാം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് വരും. അത് ഓട്ടോമാറ്റിക്കലി വരും നമുക്കിങ്ങനെ ട്രെൻഡ്. പിന്നെ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ട് ചേരാത്ത ഡ്രസ്സ് ഇടുന്നതും ശരിയല്ല. അവരവർക്ക് ചേരാത്തത് ട്രെൻഡാണല്ലോ എന്ന് ഓർത്ത് ഇടുന്നത് ഇപ്പം പക്ഷെ വളരെ കുറവാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കാണുന്നുണ്ടല്ലോ ഫാഷൻ. സോ അത്രയും അങ്ങനത്തെ ഒരു കസ്റ്റമർ ബെൽറ്റ് അല്ല നമുക്ക് വരുന്നത്. നമ്മുടെ കസ്റ്റമർ ക്ലയൻസ് എന്ന് പറയുന്നത് അവർക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. മാം ഇപ്പോൾ നമ്മൾ ഈ കല്യാണങ്ങൾക്കെല്ലാം പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ക്യൂട്ടായിട്ടുള്ള കുട്ടികളെ കാണാറുണ്ടല്ലോ, അവരുടെയൊക്കെ ചിരിയും കളികളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പം ഈ കല്യാണത്തിൻ്റെ വലിയൊരു ലൈം ലൈറ്റ് തന്നെയാണ് അവിടുത്തെ ഈ കൊച്ചു കുട്ടികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കിഡ്സിന് വേണ്ടിയുള്ള ഡ്രസ്സുകളുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിലിപ്പോൾ പോകുന്നുണ്ടോ? ഇല്ല, ആക്ച്വലി കിഡ്സിൻ്റെ ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹോളി കമ്മ്യൂണിയൻ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വന്നാൽ നമ്മൾ കസ്റ്റമൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പറയത്തില്ല, ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊടുക്കും. നമുക്ക് എന്തായാലും കസ്റ്റമൈസേഷന് നല്ലൊരു ടീമുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് ഇപ്പം എനിക്കൊരു കൊച്ചുമോളുണ്ട്, അതുകൊണ്ട് എനിക്ക് കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അത് ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ബ്രൈഡൽ സെഗ്മെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഇത് രണ്ടും കൂടെ ഒരേ സമയം നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ കസ്റ്റമൈസേഷനിൽ അതിപ്പോൾ പറഞ്ഞു, നമ്മുടെ പുതിയ ഷോറൂമിൽ കസ്റ്റമൈസേഷനിൽ ഫ്രോക്കോ ഗേൾസിനുള്ള എന്ത് വന്നാലും നമ്മൾ ഈ ചെറിയ കുട്ടികൾക്ക് മുതലുള്ളത് വേണമെങ്കിലും നിങ്ങൾ ചെയ്ത് കൊടുത്തോ, നോ പ്രോബ്ലം. ബട്ട് നേരത്തെ ഞാൻ കസ്റ്റമൈസേഷൻ ഇത്രയും എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഷോറൂമിൽ, നമ്മുടെ പുതിയ ഷോറൂമിൽ കസ്റ്റമൈസേഷൻ എല്ലാം എവറിത്തിങ് വിൽ ബി പോസിബിൾ. നമ്മളത് പ്ലാൻ ചെയ്യുവാണ്. അതപ്പം കിഡ്സിൻ്റെ ഉണ്ടാവും. കിഡ്സിൻ്റെ ഡ്രസ്സ് റെഡിമെയ്ഡ് അല്ല, ഓൺലി ത്രൂ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും അല്ലേ മാം? ഇപ്പോൾ ഒരു ഓൺട്രപ്രനർ ആയിട്ടുള്ള ലേഡീസിനോട് പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്ലീഷേ ചോദ്യമാണ്, എങ്ങനെയാണ് ഫാമിലിയും ബിസിനസ്സും ഒരുമിച്ച് മാനേജ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ആ ക്ലീഷയിലോട്ടല്ല പോകുന്നത്. എനിക്ക് എപ്പോഴും ക്യൂരിയസ് ആയിട്ട് തോന്നുന്നത്, പലപ്പോഴും ഈ ഭർത്താക്കന്മാർക്ക് ഒരു ചെറിയൊരു മേലീഗോ അടിക്കും. ഭാര്യ ഇങ്ങനെ ഉയരങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുകയാണെങ്കിൽ ഭർത്താക്കന്മാർക്ക് പൊതുവെ ഒരു ചെറിയൊരു ഈഗോ തട്ടാറുണ്ട്, ഒരു അസൂയൊക്കെ തട്ടാറുണ്ട്. അവർ അസൂയ ഒന്നൊന്ന് കുറച്ചുകൂടെ ആക്കം കൂട്ടുന്ന രീതിയിൽ സൊസൈറ്റിയും ചില കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. മാമിൻ്റെ ഹസ്ബൻഡ് എനിക്ക് തോന്നുന്നു മാമിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്ററും ഏറ്റവും വലിയൊരു ശക്തിയും മാമിൻ്റെ ഹസ്ബൻഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? കാരണം മാം ആദ്യമേ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡിസൈനിങ്ങിലെല്ലാം ഹസ്ബൻഡ് ആയിരുന്നു കൂടെ നിന്നേന്ന്. അല്ല, എൻ്റെ ഹസ്ബൻഡ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈഗോ ഉള്ള കുറേ ഹസ്ബൻഡുമാരെ ഈഗോ ഇല്ലാതാക്കിയ ആളാണ്. ഐ മീൻ പുള്ളി പറയും, ഞാനിപ്പോൾ എപ്പോഴും ഓർക്കും, പലരോടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ വൈഫിനെ നമ്മുടെ മകളായിട്ട് ചിന്തിക്കൂ, നമ്മുടെ മൂത്ത മകളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര അഭിമാനമല്ലേ, അപ്പോൾ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ലേ, എൻ്റെ മോളാണ് എൻ്റെ വൈഫ് നമ്മൾ ചിന്തിച്ചാൽ പോരെ. ഭയങ്കര അത് അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ അന്നേരം ഓർക്കും, അങ്ങനെ ചിന്തിക്കാൻ എത്ര പേർക്ക് പറ്റും? പക്ഷെ അത് പറയുന്ന ആൾക്കാർക്ക്, കേൾക്കുന്ന ആൾക്കാർക്ക്, പറയുന്നതിൻ്റെ ഹസ്ബൻഡ് ഹീസ് എക്സ്ട്രാ ഓർഡിനറി ആ കാര്യത്തിൽ. അങ്ങനെ പറയുമ്പം ആ കേൾക്കുന്ന ആൾക്കാർ അന്നേരം ചിരിച്ചു തള്ളുമെങ്കിലും
അവർ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഓഫ് കോഴ്സ് അവരതിനെക്കുറിച്ച് ചിന്തിക്കും. ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള പലരോടും ഞങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട് ഇങ്ങനെ. അപ്പോൾ കുറച്ച് പേരോട് ഞാൻ മോൻചൻ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. ശരിയല്ലേ, നമ്മുടെ വൈഫ് ചെയ്യുമ്പോൾ അല്ലെ ഭയങ്കര ഇതാണ്, അല്ലെ നമ്മുടെ മരുമോള് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മോളാണത് ചെയ്തെങ്കിലോ. എൻ്റെ മോള് ഭയങ്കര, എൻ്റെ പേരൻസൊക്കെ ഞാനിങ്ങനെ അവാർഡ്സൊക്കെ കിട്ടുകയും നമ്മുടെ ഇതിൽ ഇങ്ങനെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരുമ്പോഴും എൻ്റെ പേരൻസ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചവരാണ്. അവർക്ക് എൻ്റെ മമ്മിക്ക് എത്ര പറഞ്ഞാലും കേട്ടാലും മതിയാവില്ലായിരുന്നു. അവിടെ എന്താ ഫംഗ്ഷൻ നടന്നേ, അതിൻ്റെ വീഡിയോ എന്തിയെ, ഫോട്ടോ ഇടും, ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം മകളായതുകൊണ്ടാണ് അങ്ങനെ അല്ലേ. അപ്പം നമ്മുടെ മകളായിട്ട് അവരെ തിങ്ക് ചെയ്താൽ നമ്മൾക്ക് ഈഗോ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്തിനാണ് ഈഗോ ഇന്നത്തെ കാലത്ത്? ആ ഈഗോ ഉണ്ടായാൽ തന്നെ, പിന്നെ ഞാൻ എൻ്റെ വേർഷൻ പറയും എപ്പോഴും, ആ ഹസ്ബൻഡിന് ഈഗോ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ പഠിക്കണം, ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പഠിക്കണം. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഫുഡിൽ വീഴാത്ത ആരാ ഉള്ളേ? ഏറ്റവും നല്ല ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, ഹസ്ബൻഡിന് കുക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളേ? ഫുഡ് മാത്രമല്ല, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അത് ഏത് സമയത്ത് എന്ത് വേണമെന്ന് അറിഞ്ഞ് ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മൾ അവരെ ടേക്ക് കെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഈഗോയിലേക്കൊന്നും പോകാനേ പറ്റില്ല. എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, പക്ഷേ ഐ വിൽ ടേക്ക് കെയർ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഈവൻ ദ പ്രസൻറ്റേഷൻ ഓൾസോ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മക്കളും അത് കണ്ട് പഠിക്കണം. അതോർത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഈവൻ എനിക്ക് 2 മക്കളാണ്, മോളും ഉണ്ട് മരുമോളും ഉണ്ട്. രണ്ടുപേരോടും ഞാൻ എപ്പോഴും പറയും, രണ്ടുപേരും ചെയ്യേണ്ട പരിപാടി ഇതാണ്. നമ്മുടെ ഹസ്ബൻഡ്മാരെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി നല്ല ഫുഡ് ഉണ്ടാക്കി അവരെ ടേക്ക് കെയർ ചെയ്യുക. ബാക്കിയെല്ലാം തന്നെ നടക്കും, തന്നെ വരും. അപ്പോൾ ആ ഒരു സിമ്പിൾ ഫിലോസഫിയാണത്. അത് ലോകത്തിലെല്ലാവർക്കും പ്രാവർത്തികം. പിന്നെ എക്സ്ട്രാ ഓർഡിനറി കുറേ ആൾക്കാരുണ്ട്, അവരെ നമുക്കൊന്നും രക്ഷയില്ല ചെയ്യാൻ. എത്രയൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും ഫുഡ് മാത്രമല്ല, എന്ത് ടേക്ക് കെയർ ചെയ്താലും ഒരിക്കലും വില തരാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ഒരു പരിധിവരെ ഭാര്യമാർ വിചാരിച്ചാൽ അത് നടക്കും. അല്ല, മാം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഒരു മോളെ പോലെയാണ് സാറ് മാമിനെ ടേക്ക് ചെയ്യുന്നത് എനിക്ക്. കാരണം നമ്മളൊക്കെ ഈ പെൺമക്കളെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന പുരുഷൻ അവരുടെ അച്ഛന്മാരായിരിക്കും. അച്ഛന്മാർ അവരെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ ഭർത്താവ് നോക്കണമെന്ന് ഏതൊരു പെൺകുട്ടി ഉള്ളിൽ ആഗ്രഹിച്ചു പോകും. എനിക്ക് മാമിന് ആ ഒരു ഭാഗ്യം കിട്ടിയത്. അത് കെയർ മാത്രമല്ല, സി ദർ മെന്റാലിറ്റി. ആ മെന്റാലിറ്റി, എൻ്റെ മോളാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് അവൾക്ക് എന്ത് നല്ല ഉയരത്തിലെത്തിയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ആ മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ആ മൈൻഡ് സെറ്റ് വരുവാണെങ്കിൽ തന്നെ അവിടെ പ്രശ്നം തീർന്നില്ലേ. അതൊരു വെരി സിമ്പിൾ ഫിലോസഫിയാണ്. അത് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നത്. അയ്യോ അങ്ങനെയാ, ശരിയാണല്ലോ, അങ്ങനെ ചിന്തിച്ച പ്രശ്നം അവിടെ തീർന്നു. അപ്പോൾ അതൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഫിലോസഫി. നമ്മളിങ്ങനെ ഭയങ്കര ക്ലാസ് എടുത്ത് മോട്ടിവേഷണൽ ക്ലാസ് ഒന്നും എടുക്കണ്ട. ഇത് നിന്റെ ഭാര്യ നിന്റെ മോളാണ്, മൂത്ത മോളാണെങ്കിൽ അറിയോ ഓക്കെ ഈ കാര്യങ്ങൾ അവൾ ചെയ്താൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹസ്ബൻഡ് ഏത് പ്രശ്നം ഉണ്ടാക്കുന്ന ഹസ്ബൻഡ് ഒന്ന് ചിന്തിക്കും. അതാണ് മെയിൻ സംഭവം. പിന്നെ ഭാര്യമാരും അതുപോലെ തന്നെ തിരിച്ച് ബിസിനസ്സും ബിസിയൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഭർത്താവിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. അവർക്ക് സമയത്ത് ഇവൻ നമ്മളില്ലെങ്കിൽ നമ്മളവിടെ പ്രസന്റ് അല്ലെങ്കിൽ നമ്മളത് ആരെ കൊണ്ടെങ്കിലും മാനേജ് ചെയ്യിപ്പിക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മാനേജ് ചെയ്യാനെങ്കിലും പഠിക്കണം. അവിടെയാണ് അതും ചെയ്യാതെ നടക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുക. അതെ, ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. നമുക്ക് തന്നെ ഒത്തിരി പേരെ എനിക്കറിയാം, ബോട്ടിക്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഷോറൂമൊക്കെ ക്ലോസ് ചെയ്ത് അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് ഒത്തിരി പേരുണ്ട് ഈ ഈഗോ കാരണം. അതൊക്കെ ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. ഞാൻ അറിയുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, നമ്മളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവരോടൊക്കെ ഞാൻ ഒത്തിരി പേരോട് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ. മാം, ഇപ്പോൾ പലപ്പോഴും ഈ സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ ഈ കുടുംബത്തിനുള്ളിൽ മറ്റ് സ്ത്രീകൾക്ക് ചെറുതായിട്ടൊരു കണ്ണുകടിയൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വേറൊരു സ്ത്രീ ചെയ്യുന്ന കാണുമ്പോൾ അവരെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് സീക്രട്ടായിട്ട് അവരെ പിന്നോട്ട് വലിക്കാനൊക്കെ ശ്രമങ്ങൾ നടത്തും. അത്തരം കാഴ്ചകളെക്കുറിച്ചും നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ. അപ്പോൾ സ്ത്രീകൾ മുന്നോട്ട് വരുന്നതിന് പലപ്പോഴും സ്ത്രീകൾ തന്നെയാണ് തടസ്സം നിൽക്കുന്നതെന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഒത്തിരിയുണ്ട് അങ്ങനെയൊക്കെ. നമുക്കറിയാലോ, നമുക്ക് ചില ഇപ്പം നമ്മൾ ഇത്രയും വർഷം ഇങ്ങനെ ഇതിനകത്തായിരുന്നു. എനിക്ക് തുടക്കം മുതൽ തന്നെ സ്ത്രീകളെ കൊണ്ട് തന്നെയായിരുന്നു പ്രശ്നം. ജെൻസ് പിന്നെയും കുറച്ചും കൂടെ അപ്രിഷ്യേറ്റ് ചെയ്യും. ലേഡീസിന് അവർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു സാച്ചുറേഷൻ ടൈമുണ്ട്. ഒരു ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മളെ ബാധിക്കില്ല. ആദ്യത്തെ കുറേ നാൾ അത് നമ്മൾ കുറച്ച് വിഷമിക്കും. ആദ്യം ഓർക്കും, അയ്യോ എന്തൊരു കഷ്ടമാണ്, എന്തൊക്കെയായി പറയുന്നത്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ തന്നെ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മളുടെ
കൂട്ടത്തിലുള്ളവർ തന്നെ പറയുന്നതൊക്കെ കേട്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ബാക്കിൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നെ താങ്ങാൻ. ഹസ്ബൻഡ് പറയും, അവർ പറയട്ടെ, ലോകത്തിൽ ഞാനോ ഹസ്ബൻഡോ, എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് ഞാനോ ദൈവം തമ്പുരാനോ നിൻ്റെ മനസ്സാക്ഷിയോ 3 പേരോട് മാത്രമേ നമ്മൾ ഉത്തരം പറയേണ്ടതായിട്ടുള്ളൂ. അത് ഹസ്ബൻഡിനോട് ഞാൻ പെർഫെക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ 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 എത്തിക്കലി ഞാൻ റോങ് അല്ല എങ്കിൽ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ മനസ്സാക്ഷിയോട് ഞാൻ റോങ് അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ വെറുതെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. മനസ്സാക്ഷിയോട് ചോദിക്കുക വെറുതെ ഇരിക്കുമ്പോൾ. ദൈവത്തിനോട് നമ്മൾ എന്ത് ഹൈഡ് ചെയ്താലും ദൈവം കാണുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായാൽ അവിടെ ആ ഒരു പ്രോബ്ലമേ വരില്ല. എത്ര പേര് വേണേലും എന്ത് വേണേലും പറയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. ഇപ്പോഴും പറയുന്നവരുണ്ടാവാം. ഇന്നലെ എൻ്റെ അടുത്ത് ഒരു കസ്റ്റമർ വന്ന് പറഞ്ഞു, ഒത്തിരി പേർക്ക് ഭയങ്കര പ്രോബ്ലം, മാമിനോട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പേഴ്സണൽ പ്രശ്നമല്ല, വെറുതെ എന്തെങ്കിലും കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചുമ്മാ ഒരു പറയും. ഇപ്പോൾ നമ്മൾ റീൽസിലും അങ്ങനെയൊക്കെ കാണുമ്പോഴെന്തെങ്കിലും. അപ്പം നമ്മളതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ ഞാൻ പഠിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് നേരിട്ടല്ലല്ലോ പറയുന്നേ, വേറെ എവിടെ ഇരുന്ന് ആരോ എവിടെയോ എപ്പോഴോ പറയുന്നു, അത്രേ ഉള്ളൂ. നമുക്കത് കേൾക്കാൻ പോലും നേരമില്ല. നമുക്ക് നമ്മുടേതായ ഒത്തിരി, എന്നെ ചുറ്റിപ്പറ്റി 10-300 സ്റ്റാഫുണ്ട് ഇവിടെ. അവരുടെ കാര്യങ്ങൾ, അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ പോലും നമുക്ക്, എനിക്ക് ഓരോ പിള്ളേരുടെയും സ്റ്റാഫിൻ്റെ ആണെങ്കിലും പ്രോബ്ലം കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് അവർ എവിടെയെങ്കിലും ഇരുന്ന് പറയുന്നവരെ കുറിച്ച് കേട്ടിട്ട് വിഷമിക്കാനൊന്നും എനിക്ക് സമയമില്ല. സോ പറയുന്നവർ പറയട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല സാച്ചുറേഷൻ പോയിന്റ് എന്ന്, ഇനിയും പിടിച്ചാൽ കിട്ടൂല എന്നൊരവസ്ഥ വരും. കുറേ നമ്മളെ തളർത്തും, എറിഞ്ഞ് അടിച്ച് ഓടിച്ചിട്ടൊക്കെ നോക്കും. അതിൽ നിന്നും നമ്മൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് നമ്മൾ പറക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മളെ വിട്ടിട്ട് അടുത്ത ആളെ പിടിക്കാൻ പോകും. ശരിക്കും അങ്ങനെയല്ലേ? അതാണ് സംഭവം, അതാണ് ശരിക്കും ശരിയായ കാര്യം. അപ്പൊ പിന്നെ നമ്മൾ ആ ലെവലിൻ്റെ മേലെ അങ്ങ് പോകാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു തിയറി ജാപ്പനീസ് തിയറിയാണ്. ഞാൻ അവർ ജോലി ചെയ്തല്ലേ ആൾക്കാർ എന്നാ പറയുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവർ കൂടുതൽ വർക്ക് ചെയ്യും, കൂടുതൽ ജോലി എന്ന് പറയുന്ന പോലെ. എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ എൻ്റെ അന്നത്തെ എൻ്റെ വർക്ക് ഡബിളാക്കും. ഹാർഡ് വർക്കിൻ്റെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേന് എൻ്റെ എഫക്റ്റ് ഷോറൂമിലുണ്ടാവും. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്, കരഞ്ഞ് സങ്കടപ്പെടുകയല്ല ചെയ്യേണ്ടത്. അവനെ ഓവർകം ചെയ്യാൻ പറ്റണം. അതിനോടൊപ്പം പാരലലി വേറെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം. നമ്മൾ ഏതൊരു മേഖലയിൽ ജോലി ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് ഒരു CEO സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പോഴും നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ ഡിസിഷൻ മേക്കിങ്ങിന് പലരുടെയും ഹെൽപ്പ് നമ്മൾ തേടിയെന്ന് വരും. പക്ഷേ പലരും അവരുടേതായിട്ടുള്ള പല സൊല്യൂഷൻസ് പറയും. പക്ഷേ ഇതിനകത്ത് ഏതാണ് സെൻസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പലപ്പോഴും നമ്മൾ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. മാമിൻ്റെ ഒരു ഏർലി സ്റ്റേജിലും സ്റ്റിൽ മാം അങ്ങനെയുള്ള കൺഫ്യൂഷനിലൊക്കെ പോയിട്ടുണ്ടോ? മാം അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. ഡിസിഷൻ മേക്കിംഗ് അത് ഭയങ്കര പ്രയാസമാണ്. പക്ഷെ നമ്മളാണ് CEO എങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം. അതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ടാവാം, പോസിറ്റീവ്സ് ഉണ്ടാവാം. ചില സൈഡിൽ തെറ്റാവും നമ്മൾ എടുക്കുന്ന ഡിസിഷൻ. പക്ഷെ തെറ്റായാലും ആ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങ് എടുക്കും തീരുമാനം. പക്ഷെ ആ തെറ്റുണ്ടാവാതിരിക്കാൻ പിന്നെ വർക്ക് ചെയ്യണം. ഡിസൈഡ് ചെയ്തിട്ട് ഇത് മാത്രം ഓക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മളതിൻ്റെ പുറകെ അതിനെ സക്സസ് ആക്കാനായിട്ട് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. പിന്നെ അതിലും മേലെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഡിസിഷൻസ് എല്ലാം തന്നെ ഞാൻ കുറച്ച് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഞാനായിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമല്ല മിലൻ ഡിസൈൻ. ദൈവമായിട്ട് എൻ്റെ തലയിൽ തോന്നിപ്പിച്ചിട്ട് ഈശോയും കൂടി ആണ് നമ്മളെ കൊണ്ട് ഇത് തോന്നിപ്പിച്ചത് ഇങ്ങനെ തുടങ്ങാൻ. മാം ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ബിസിനസ് ഓൺടർപ്രണേഴ്സും പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ MBA ഒന്നും കാണില്ല. പക്ഷെ അവർ പറയുന്നത് അവരെ ലൈഫിൽ നേരിട്ട ഫെയിലിയേഴ്സ് ആണ് അവർക്ക് കിട്ടിയ മാസ്റ്റേഴ്സ് എന്ന്. മാമിന് എന്താ അതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് ഫെയിലിയർ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ആക്ച്വലി മിലൻ തുടങ്ങിയൊരു 1-2-3 months ഇത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു. എൻ്റെ വിചാരം ഇങ്ങനെ ഷോറൂമിൽ എപ്പോഴും എക്സിബിഷൻ പോലെ ആൾക്കാരുണ്ടാവുന്ന, അതൊരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സ്ലോ ഡൗൺ ആയി. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായി, എനിക്ക് വിഷമങ്ങളുണ്ടായി. പിന്നെ ഞാൻ അപ്പം തന്നെ അതാ ഞാൻ പറഞ്ഞ, അപ്പം തന്നെ നമ്മൾ അടുത്ത എന്താ മാർഗം ഇതിനെ സക്സസ് ആക്കാൻ എന്നുള്ള തിങ്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് പിന്നെ നമുക്ക് പെട്ടെന്നൊരു
അഡ്വർടൈസ്മെൻറ്റ് ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കാണിക്കുന്ന നമ്മൾ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ് കാണിച്ച് ചെയ്യുന്നത് ഒരു ഒരു എനിക്കൊന്ന് സൂര്യ ടി വി എന്നാണ് വന്നത്. അന്ന് സിന്ദൂരം എന്ന് പറഞ്ഞ പരിപാടി ഒരു പ്രൊഡക്ഷൻ അല്ല പ്രൊഡ്യൂസർ വന്നു, സിന്ദൂരത്തിൻ്റെ പ്രൊഡ്യൂസർ വന്ന് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയതാണ് മിലൻ്റെ വളർച്ച. ബിക്കോസ് അന്ന് ആദ്യമായിട്ടാണ് ആൾക്കാർ കാണുന്നത് ഇങ്ങനെ ടി വിയിലൊക്കെ, അന്ന് ഫോൺ പോലും ഇല്ല, ടി വിയിൽ കൂടെ ഷോ നടക്കുക. അതായത് ഒരു ഷോറൂമിൻ്റെ എറണാകുളത്തുള്ളൊരു ഷോറൂമിൻ്റെ സാരി കാണിക്കുന്നു, മിക്സ് മാച്ച് കാണിക്കുന്നു, ടോപ്പ് ഇത് ബോട്ടം ഇത് ദുപ്പട്ട ഇത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ തന്നെ ഇതുപോലെ ക്യാമറയുടെ മുന്നിലിരുന്ന് കാണിക്കാൻ തുടങ്ങി. ഇപ്പം എല്ലാവരും ചെയ്യുന്ന പരിപാടി 2010 ഞാൻ തുടങ്ങി. അന്ന് അങ്ങനെയാണ് മിലൻ ശരിക്കും പറഞ്ഞാൽ ഒരു സക്സസ്സിലേക്ക് പിന്നെ ഭയങ്കര തിരക്കായി. അത് നമ്മൾ ഇങ്ങനെ കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഈ ഷോ കണ്ടിട്ട് വന്നു. അങ്ങനെയാണത് പെട്ടെന്ന് പബ്ലിക്കലി ഫേമസ് ആയത്. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മളത് അടുത്ത ടേക്കപ്പ് ചെയ്തു. അതായത് അഡ്വർടൈസ്മെൻറ്റ്സ് അങ്ങനെ കൊടുത്ത് ആണ് വന്നത്. അതോടൊപ്പം തന്നെ ഒബിയസ്ലി നല്ല പ്രോഡക്റ്റും കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. മാം, ഇപ്പോൾ പലരും പ്രിഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഈ പുറത്തിറങ്ങാനൊക്കെ മടിയുള്ള കുറേ ആൾക്കാർ കാണും. ഞാനൊക്കെ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ്. ഈ ഷോപ്പിൽ വന്ന് ചൂസ് ചെയ്ത് ഡ്രസ്സ് എടുക്കാൻ. അപ്പോൾ നമ്മളൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഈ ഓൺലൈൻ ഇതായിരിക്കും. അപ്പോൾ മിലൻ്റെ ഓൺലൈൻ പരിപാടികൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ മാം? മിലൻ ആക്ച്വലി ഓൺലൈനിൽ ആദ്യം ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. തുടങ്ങിയ സമയത്ത് 2014 ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നൊന്നും ആരും ഓൺലൈനിലതേ ഇല്ല. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഡിസൈൻ ചെയ്ത് നമ്മൾ സാരികൾ ഉണ്ടാക്കി അതിൻ്റെ കോൺസെപ്റ്റൊക്കെ നമ്മൾ കടയിൽ വരുന്നവർക്ക് ഉണ്ടാക്കി കൊടുത്ത് കാണിച്ച് അങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയലും വിറ്റത്, സാരി വിൽക്കാൻ തുടങ്ങിയത്. ഓൺലൈനിൽ വന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഫാബ്രിക്, ഞാൻ കൂടുതലും പ്യുവറിലാണ് വർക്ക് ചെയ്യുന്നത്, പ്യുവർ മെറ്റീരിയലാണ് സാരി ഉണ്ടാക്കുന്നതും എല്ലാം. പക്ഷേ അതേ സാധനം അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ചീപ്പർ വേർഷനുള്ള ഫാബ്രിക്കിൽ അതേ ഡിസൈൻസ് കോപ്പി ചെയ്ത് ഉണ്ടാക്കിയിട്ട് അത് തന്നെ പിന്നെ കാണിക്കാൻ തുടങ്ങി. വേറെ ഷോപ്സും വേറെ ബൊട്ടീക്സും അങ്ങനെ പലതും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരിക്കലും നമ്മളുടെ പ്രോഡക്റ്റ് ഓൺലൈനിൽ കാണിക്കാൻ പാടില്ല. നമ്മളുണ്ടാക്കുന്ന നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഓൺലൈനിൽ കാണിക്കാൻ പാടില്ല. പുറത്ത് കോമൺ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് മാത്രമേ ഓൺലൈനിൽ കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന സാധനം പ്രോഡക്റ്റ് നമ്മുടെ മിലൻ്റെ ഒരു ഓൺലൈനിലെ പ്രോഡക്റ്റാന്ന് പറഞ്ഞ് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, വിഷമമാണ്. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ പോകുമെന്നൊരു പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു 6 മാസമേ ഓടിച്ചുള്ളൂ ഓൺലൈൻ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഷട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞു ഓൺലൈൻ നമുക്ക് നെഗറ്റിവിറ്റി ഒത്തിരി നെഗറ്റീവായിട്ട് റിവേഴ്സായിട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളുടെ പ്രൊഡക്ഷൻ, അതായത് നമ്മളുടെ ക്രിയേറ്റീവ് പ്രോഡക്ട്സ് അവർ കോപ്പി ചെയ്ത് വളരെ വില കുറവിൽ മാർക്കറ്റിൽ ഇറക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈവൻ കൽക്കട്ടയിലുള്ള ഡിസൈനേഴ്സ്, കൽക്കട്ടയിലുള്ള സപ്ലൈസ്, അതായത് മാനുഫാക്ചേഴ്സ് പോലും അത് കോപ്പി ചെയ്യാൻ തുടങ്ങി. അതിപ്പോഴും സ്റ്റിൽ ഗോയിങ് ഓൺ. പക്ഷേ നമ്മളതിന് മേലെ അടുത്ത് ചെയ്യും. അപ്പം അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങോട്ട് നമുക്ക് അന്നൊക്കെ ബൾക്ക് പ്രൊഡക്ഷനൊക്കെ പ്രയാസമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം നമ്മുടെ ഓൺലൈനിൽ നമ്മുടേതായ സാരികൾ, സൈൻ ബൈ മിലൻ എന്നുള്ള സാരികളാണ് കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അത് ഒരു സോഫ്റ്റ് ലോഞ്ചേ കഴിഞ്ഞിട്ടുള്ളൂ. ഉടനെ തന്നെ നമ്മുടെ ഓൺലൈൻ ഫുൾ സിംഗിലെത്തും. മാം, 2 മക്കളാണ്, മകനും മകളും. മിലാന്റെ അടുത്ത ജനറേഷൻ സാരഥികൾ, അവരൊക്കെ ഇങ്ങനെ ബിസിനസ്സിൽ കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് തുടങ്ങിയോ? മോനും വൈഫും ഫുള്ളി ഇൻവോൾവ് ആണ്. എനിക്കൊരു 40% ടെൻഷൻ കുറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് എൻഡിലുള്ള കാര്യങ്ങളൊക്കെ മോൻ ഇതുപോലെ എന്നാ പറയുന്നത്, അഡ്വർടൈസ്മെൻറ്റ്സ്, ദെൻ അക്കൗണ്ട്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ സ്റ്റാഫിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഡോട്ടറിലോ അതിലും അടിപൊളിയാണ്. ഡോട്ടറിലോ എൻ്റെ ഡിസൈനിങ് സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ഡോട്ടറിലാണ് ഇപ്പം നോക്കുന്നത്. എൻ്റെ അടുത്ത് അപ്രൂവൽ എടുക്കും. പക്ഷേ എന്നാലും അതിനെ ബാക്കി മാനേജ് ചെയ്യാൻ നമ്മളൊരു സ്റ്റാഫിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഭയങ്കര പിന്നെ ഭാഗ്യത്തിന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. അതും ഞാൻ ദൈവത്തിന് താങ്ക്സ് പറയുന്നത്. എനിക്ക് കിട്ടിയ മോള് എൻ്റെ അതേ സെയിം വേവ് ലെങ്തിൽ ഫാഷൻ ഉള്ള ആളാണ്. ഫാഷൻ തന്നെ പലർക്കും പല സ്റ്റൈലല്ലേ. മരുമോളാണെങ്കിലും അവള് എൻ്റെ അതെ. ഇപ്പം ഞങ്ങൾ ഒരേ പ്രോഡക്റ്റ് മീഡിയവും എക്സലും വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം ഷോറൂമിൽ നിന്ന് എടുക്കുന്ന മീഡിയം എക്സലും അതിൻ്റെ 4 കളറുണ്ടെങ്കിലും സെയിം കളർ തന്നെ ഞങ്ങൾ രണ്ടുപേരും വൈകിട്ട് വീട്ടിൽ ചിലപ്പോൾ എടുത്തുകൊണ്ട് വരും. എന്ന് വെച്ചാൽ ഞങ്ങളുടെ രണ്ടിൻ്റെ ടേസ്റ്റ് ഒരേപോലെയാണ്. അപ്പം ഞാൻ പറയും ഭയങ്കര പാടാ, നീ എടുക്കുമ്പോൾ പറയണം എന്നോട്, അമ്മ ഞാനിത് എടുത്തേക്കുന്നത്, അമ്മ ഈ കളർ എടുക്കല്ലേ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ടേസ്റ്റാണ് ഞങ്ങൾ. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ്ങാണ്. മിലനെ ലീഡ് ചെയ്യണമെങ്കിൽ മിലൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മിലൻ്റെ ഒരു കൾച്ചറിൽ ഉണ്ടായവരാണ്. ആ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത് മിലൻ്റെ തന്നെ ആ കൾച്ചറല്ലേ. അപ്പം അത് ടേക്ക് ഓവർ ചെയ്യേണ്ടത് അവരാണ്. അപ്പം എനിക്ക് 100% ഷുവറാണ് അവർ രണ്ടുപേരും കൂടെ, മോനും എൻ്റെ ഡോട്ടറിലോയും കൂടെ അത് ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. ഇനിയും തീർച്ചയായിട്ടും അതുണ്ടാവും. ഏതായാലും താങ്ക് യു മാം. അതായത് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു മാം. ഇനിയും മിലൻ ഉയരങ്ങളിലേക്ക് തന്നെ ഉയർന്നു പറക്കട്ടെ. താങ്ക് യു സോ മച്ച്. അതുപോലെ 4th ജൂലൈ മറക്കരുത്, ഫ്രൈഡേ ആണ്, 10:30 വരണം. എല്ലാവരും വരണം. എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം.